ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരള PSCയുടെ പുതിയ കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിൽ നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വീഡിയോസും അതേപോലെ സിലബസിൻ്റെ വീഡിയോസും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും എടുത്തു ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് ബിടെക്കുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചിലർക്കെങ്കിലും അറിയില്ല ഇത് ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ളത്. ഇപ്പം ഡിഗ്രി ഇൻ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൂടുതൽ പേരും ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അത് എല്ലാ സ്ട്രീമുകാർക്കും പറ്റുമെന്നുള്ളൊരു വിവരം എല്ലാവർക്കും തന്നെ അറിയില്ല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഇതിൻ്റെ സിലബസും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 485/2022 ആണെന്നു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അന്ന് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ ബിടെക് അവാർഡഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതായത് നിങ്ങൾക്കൊരു ബിടെക് ഡിഗ്രി ഏത് സ്ട്രീമിലായാലും നിങ്ങൾക്കൊരു ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ഏത് മേഖലയായാലും നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് ഡിപ്ലോമയ്ക്ക് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ജനറലി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിടെക്കുകാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കിതിന്റെ എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 27/4/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 43.33 ആയിരുന്നു കട്ട് ഓഫ്. മാക്സിമം മാർക്ക് 55 ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 16. 90 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ 16 പേർക്ക് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അപ്പോൾ ബിടെക്കുകാരെ സംബന്ധിച്ച് അതേപോലെ ഡിഗ്രി ഇൻ സയൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഡിപ്ലോമ കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കേരള PSCയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു എക്സാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കേരള PSCയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ സിലബസ് എന്തായിരുന്നു നോക്കുവാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ സിലബസ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 10 മാർക്ക്, ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്, മാത്സ് 30 മാർക്ക്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ സിലബസ് വന്നിരുന്നത്. ഇത്തവണയും സിലബസ് ഏകദേശം ഇത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ലാസ്റ്റ് ടൈമിൽ സിലബസ് ഇതായിരുന്നു. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു 3 മാസത്തെ ഗ്യാപ്പിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരള PSCയുടെ പുതിയൊരു ട്രെൻഡ് അങ്ങനെയാണ്. നോട്ടിഫിക്കേഷൻ വരിക ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ കൺഫർമേഷനും എക്സാം ഡേറ്റും ഒക്കെ വരികയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട റൈറ്റ് ടൈം ഇത് തന്നെയാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെമോ ക്ലാസ്സസ് കാണാനായിട്ട് ആപ്പ് ലിങ്കും കോഴ്സ് ലിങ്കും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.